Unit 4 Strive and Thrive. The Unstoppable Soul Surfer. Activities. കഴിഞ്ഞ ക്ലാസ്സിൽ ബെഥനി ഹാമിൽട്ടൻ്റെ സ്റ്റോറി മലയാളത്തിൽ പറഞ്ഞതാണ്. ഈ ക്ലാസ്സിൽ നമുക്ക് ഈ പാഠത്തിൻ്റെ ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. Let us rewind. Revisit the passage and respond to the following questions. Question number 1. The shark attack shattered the surfer in Bethany. How did Bethany feel after the attack? Pick out instances from the excerpt to support your answer. ഷാർക്ക് അറ്റാക്ക് ബഥനിയിലെ സർഫറിനെ തകർത്ത് കളഞ്ഞ ഒരു സംഭവമായിരുന്നു. ഈ അറ്റാക്കിന് ശേഷം എങ്ങനെയാണ് അത് ബഥനിക്ക് ഫീൽ ചെയ്തത്? ഏത് പാരഗ്രാഫിലാണ് അതിനെക്കുറിച്ച് പറയുന്നത്? പേജ് നമ്പർ 23 പറയുന്നുണ്ടല്ലേ. ഹേയ് ഐ ആം ഓക്കെ വിത്ത് ദിസ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്ന ആ ഒരു പാരഗ്രാഫിൽ പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണത് ബഥനിക്ക് ഫീൽ ചെയ്തത്? ബഥനി ഫെൽറ്റ് സാഡ് ആൻഡ് അപ്സെറ്റ് ആഫ്റ്റർ ദ ഷാർക്ക് അറ്റാക്ക്, but she tried to stay strong and positive. She was struggling to accept what had happened, but also tried to cheer herself up. അവിടെ പറയുന്നുണ്ട്, hey, I am okay with this. I mean, surfing isn't everything, right? You will find something else to do to have fun. She was trying to convince herself to move on, even though it was hard. Second question. Even in a whirlpool of despair, one can survive with the support of others. Is this true of Bethany? Discuss. നിരാശയുടെ പടുകുഴിയിൽ വീണാലും മറ്റുള്ളവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഒരാൾക്ക് അതിജീവിക്കാൻ സാധിക്കും. ബഥനിയുടെ കാര്യത്തിൽ ഇത് സത്യമാണോ? ഡിസ്കസ്. എന്താണ് കൂട്ടുകാരെ നിങ്ങൾക്ക് തോന്നുന്നത്? ബഥനിയുടെ കാര്യത്തിൽ ഇത് സത്യമാണ്. യെസ്. Bethany's family played a crucial role in her recovery. Her parents and brothers encouraged her to return to surfing and provided the emotional strength she needed to rebuild her confidence. ബഥനിയുടെ ഫാമിലി അവളുടെ ക്രൂഷ്യൽ ടൈമിൽ നന്നായി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവളുടെ പാരൻസും ബ്രദേഴ്സും ഒക്കെ. അതാണ് സർഫിങ്ങിലേക്ക് തന്നെ അവൾ വീണ്ടും തിരികെ വരാനുള്ള കാരണം. അതിനുള്ള ശക്തി കിട്ടിയതും അവളുടെ ഫാമിലിയിൽ നിന്ന് തന്നെയാണ്. അതിനുള്ള കോൺഫിഡൻസിനെ അവൾ റീബിൽഡ് ചെയ്തെടുത്തതും അവളുടെ ഫാമിലിയുടെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ്. അടുത്ത ചോദ്യം നോക്കൂ. ഹൗ ഡസ് ബഥനി കൺസോൾ ഹെർസെൽഫ് വൈൽ റിക്കവറിംഗ് ഇൻ ദ ഹോസ്പിറ്റൽ? എങ്ങനെയാണ് അവളെ തന്നെ ആശ്വസിപ്പിച്ചത്? വൈൽ റിക്കവറിംഗ് ഇൻ ദ ഹോസ്പിറ്റൽ, ബഥനി കൺസോൾഡ് ഹെർസെൽഫ് ബൈ ട്രൈയിങ് ടു കം ടു ടേംസ് വിത്ത് ഹെർ new reality and exploring ways to stay positive despite her doubts. Fourth question. Bethany's return to the surfboard was a surprise to everyone. She became an inspiration to all. What message does her life give us? സർഫ്ബോർഡിലേക്കുള്ള ബഥനിയുടെ തിരിച്ചുവരവ് എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിരുന്നു. അവൾ ഒരു ഇൻസ്പിറേഷനായി മാറി. അവളുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മെസ്സേജ് എന്താണ്? ബെഥനി ഹാമിൽട്ടൺസ് ലൈഫ് ഡെലിവേഴ്സ് എ പവർഫുൾ ആൻഡ് ഇൻസ്പയറിംഗ് മെസ്സേജ് ഓഫ് റെസിലിയൻസ്, ഡിറ്റർമിനേഷൻ ആൻഡ് ദ എബിലിറ്റി ടു ഓവർകം അഡ്വേഴ്സിറ്റി. ഹെർ ഡിറ്റർമിനേഷൻ ടു അഡാപ്റ്റ് ആൻഡ് പെർസിവിയർ ഷോസ് ദാറ്റ് വിത്ത് എഫേർട്ട് ആൻഡ് ക്രിയേറ്റിവിറ്റി വി ക്യാൻ കണ്ടിന്യൂ ടു പെർസ്യൂ വാട്ട് വി ലവ് ഈവൻ ഇൻ ദ ഫേസ് ഓഫ് സിഗ്നിഫിക്കൻറ്റ് ചാലഞ്ചസ്. എന്താ പറയുന്നത്? പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് പൂർവാധികം ശക്തിയോടെ തിരികെ വന്ന് നിശ്ചയദാർഢ്യത്തോടു കൂടെ എല്ലാത്തിനെയും മറികടക്കാനുള്ള അവളുടെ ആ ഒരു സ്ട്രോങ് ഡിറ്റർമിനേഷൻ. ബഥനിയുടെ ലൈഫ് നമുക്ക് തരുന്ന മെസ്സേജും അത് തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ടൈനി ബിറ്റ് ഓഫ് ഡൗട്ട് വിത്തിൻ യു വിൽ നെവർ സർഫ് അഗെയിൻ was gone in one wave. What does Bethany mean by this? അവളുടെ ഉള്ളിൽ ഒരു ചെറിയൊരു പൊടിക്കൊരു സംശയം ഉണ്ടായിരുന്നു. യു വിൽ നെവർ സർഫ് അഗെയിൻ. ഇടയ്ക്കിടയ്ക്ക് അത് തോന്നുമായിരുന്നു. അത് വാസ് ഗോൺ ഇൻ വൺ വേവ്. ഒറ്റ തിരയിൽ അത് മുഴുവനും പോയി. എന്താണത് അർത്ഥമാക്കുന്നത്? വാട്ട് ഡസ് ബഥനി മീൻ ബൈ ദിസ്? Bethany means that her success in
standing up and riding a wave after her shark attack completely erased her fears and uncertainties about whether she could ever return to surfing. ഷാർക്ക് അറ്റാക്കിന് ശേഷം ഒറ്റ കൈയും വെച്ചുകൊണ്ട് അവൾ സർഫ് ചെയ്തു. ആ സർഫ് ബോർഡിൽ അവൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ സാധിച്ചു. ആ സംഭവത്തോടു കൂടെ അവൾ മനസ്സിലാക്കി ആ ഒരൊറ്റ വേവില് അവളുടെ ആ ഡൗട്ട് മുഴുവനും ഇല്ലാതെയായി. അവളുടെ പേടിയും അതിനോടൊപ്പം തന്നെ പോയി. ഇനി അടുത്തത് നോക്കാം. ആക്ടിവിറ്റി 1. Bethany Hamilton's life is a mix of ups and downs. Pick out from the passage the statements related to the words in column A and write them in the column B. എന്താണ് പറയുന്നത്? ബെത്തനി ഹാമിൽട്ടന്റെ ലൈഫ് എന്ന് പറയുന്നത് ഈസ് എ മിക്സ് ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ്. കയറ്റവും ഇറക്കവും ഒക്കെ, ഉയർച്ചയും താഴ്ചയും ഒക്കെ നിറഞ്ഞതായിരുന്നു. നിങ്ങൾക്കറിയാം, സർഫിംഗ് വളരെ പാഷനേറ്റ് ആയിരുന്ന ഒരു കുട്ടിയായിരുന്നു ബെത്തനി. ആഫ്റ്റർ ഷാർക്ക് അറ്റാക്ക് അവൾ നേരിട്ട പ്രശ്നങ്ങളെല്ലാം അറിയാം. അതിൽ നിന്ന് മറികടന്ന് അതിനെയൊക്കെ അതിജീവിച്ച് അവൾ വീണ്ടും പൂർവാധികം ശക്തിയോടെ തിരികെ വരികയും ചെയ്തു. ഈ കോളം എയിൽ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള സെന്റൻസ്, സ്റ്റേറ്റ്മെന്റ്സ് പാഠഭാഗത്തിൽ നിന്ന് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് കോളം എയിൽ കൊടുത്തിരിക്കുന്നത് ഡ്രീം എന്ന വാക്കാണ്, സ്വപ്നം. കോളം ബിയിൽ അപ്പോൾ എന്താണ് എഴുതുക? അവളുടെ ഡ്രീമിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ. ഐ വാണ്ട് ടു ബി ദ ബെസ്റ്റ് സർഫ് ഫോട്ടോഗ്രാഫർ ഇൻ ദ വേൾഡ് എന്ന് അവൾ പറയുന്നുണ്ട്. അപ്പോൾ അത് തന്നെയായിരുന്നു അവളുടെ ഡ്രീം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വേർഡ് നോക്കൂ. മിസ്ഹാപ്പ് എന്നാണ് തന്നിരിക്കുന്നത്. അത്യാഹിതം, ആപത്ത് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അതിനോട് ചേരുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണ് പാഠഭാഗത്ത് കൊടുത്തത്? ദാറ്റ്സ് ഓൾ ഇറ്റ് ടുക്ക് എ സ്പ്ലിറ്റ് സെക്കൻഡ്. ഐ ഫെൽറ്റ് എ ലോട്ട് ഓഫ് പ്രഷർ എന്ന് തുടങ്ങുന്ന ആ സ്റ്റേറ്റ്മെന്റ്. അടുത്ത വാക്ക് നോക്കൂ. ഡിസപ്പോയിൻമെന്റ്, നിരാശ. അതിനോട് ചേരുന്ന സ്റ്റേറ്റ്മെന്റ് കൂട്ടുകാർ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തുക. ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിശ്ചയദാർഢ്യം. ഡെയറിംഗ് ടു ഡ്രീം അഗെയിൻ, വീണ്ടും സ്വപ്നം കാണാൻ ധൈര്യപ്പെടുന്നു. സപ്പോർട്ട്, സക്സസ്, വിജയം, ഇൻസ്പിറേഷൻ, പ്രചോദനം. ഈ വാക്കുകളോട് ചേരുന്ന സ്റ്റേറ്റ്മെന്റ് പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി എഴുതുക. അടുത്ത ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 2. The ever-growing number of reporters who heard what had happened to me were eager to break my story. Very soon, the news of the shark attack was flashed worldwide. A few news reports are given below. എന്താണ് പറയുന്നത്? ബെഥനിയുടെ ഷാർക്ക് അറ്റാക്ക് വളരെ പെട്ടെന്ന് തന്നെ വലിയ ഒരു ഫ്ലാഷ് ന്യൂസായി മാറി. ആ ന്യൂസ് റിപ്പോർട്ട്സ് ചിലതാണ് താഴെ തന്നിരിക്കുന്നത്. യങ് ഷാർക്ക് അറ്റാക്ക് വിക്ടിം സേസ് ഷീ വാണ്ട്സ് ടു കീപ് സർഫിംഗ്. ഷാർക്ക് ബൈറ്റ്സ് ഓഫ് സർഫേഴ്സ് ആം ഇൻ ഹവായ്. ന്യൂസ് പേപ്പറിൽ വന്ന ന്യൂസിന്റെ ചില ഭാഗങ്ങളാണ് തന്നിരിക്കുന്നത്. ആസ് ദീസ് ക്ലിപ്പിംഗ്സ് ആർ ഫ്രം ഓൾഡ് ന്യൂസ് പേപ്പേഴ്സ്, ദ മാറ്റർ അപ്പിയേഴ്സ് ഫെയ്ഡഡ്. പ്രിപ്പയർ എ ന്യൂസ് റിപ്പോർട്ട് ബേസ്ഡ് ഓൺ യുവർ റീഡിംഗ് ഓഫ് ദി എക്സെപ്റ്റ്. യു മേ ഫോളോ ദ സ്റ്റെപ്സ് ഗിവൺ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ സംഭവം, ഷാർക്ക് അറ്റാക്ക് എന്ന സംഭവത്തെക്കുറിച്ച് ഒരു ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് ഒരു ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത്? അതിന് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? കളക്ട് റെലവൻറ്റ് ഇൻഫർമേഷൻ, ഉചിതമായ ഇൻഫർമേഷൻ കളക്ട് ചെയ്യണം. പിന്നെയോ അനലൈസ് ആൻഡ് അറേഞ്ച് ഡേറ്റ ഇൻ ദ ഇൻവേർട്ടഡ് പിരമിഡ് ഓർഡർ. ഇൻവേർട്ടഡ് പിരമിഡ് എന്നാൽ എന്താണ്? ഇതാണ് ഇൻവേർട്ടഡ് പിരമിഡിന്റെ സ്ട്രക്ചർ. ഏറ്റവും മുകളിലത്തെ ഭാഗത്ത് ദ ലീഡ്, എസെൻഷ്യൽ പോയിന്റ്സ് ആണ് വേണ്ടത്. അതായത് ഒരു ന്യൂസ് റിപ്പോർട്ട് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്, ആദ്യ ഭാഗത്ത് മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ്, എസെൻഷ്യൽ പോയിന്റ്സ് ആണ് എഴുതേണ്ടത്. അതിൽ എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആവാം? WH ക്വസ്റ്റ്യൻസ്. ഹൂ, വാട്ട്, വെൻ, വേർ, വൈ ആൻഡ് ഹൗ. ആര്, എന്ത്, എപ്പോൾ, എവിടെ, എന്തുകൊണ്ട്, എങ്ങനെ തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളായിരിക്കും ദ ലീഡ്, എസെൻഷ്യൽ പോയിന്റ്സ് എന്ന് പറയുന്നത് ഒരു ന്യൂസിലെ. രണ്ടാമത് അതിന് തൊട്ട് താഴെയായി ദ ബോഡി, റെലവൻറ്റ് ഡീറ്റെയിൽസ്. രണ്ടാമത്തെ ഭാഗം, ന്യൂസിന്റെ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് റെലവൻ്റ് ആയിട്ടുള്ള, ഉചിതമായിട്ടുള്ള ഡീറ്റെയിൽസ്, വിവരണങ്ങളെല്ലാം നൽകിക്കൊണ്ടുള്ളതായിരിക്കണം. മൂന്നാമത്തെ, അവസാനത്തെ ഭാഗം ദ ടെയിൽ,
അഡീഷണൽ ഇൻഫർമേഷൻ ആണ് അവിടെ ഉണ്ടാവുക. ഒരു ന്യൂസ് റിപ്പോർട്ടിനെ 3ആയിട്ട് ശരിക്കും ഡിവൈഡ് ചെയ്യാം. ആദ്യ ഭാഗം ആദ്യം എഴുതുന്നത് എന്താണ്, സംഭവിച്ചത് എവിടെയാണ്, ആർക്കാണ്, എപ്പോഴ്, എങ്ങനെ എന്നുള്ള ഡീറ്റെയിൽസ് ആണ് എഴുതുന്നത്. അതിനുശേഷമാണ് എപ്പോഴാണ് കുറച്ചുകൂടി കൂടുതൽ റെലവൻറ്റ് ഡീറ്റെയിൽസ് കൊടുക്കുന്നത്. അവസാനമായിട്ട് അഡീഷണൽ ഇൻഫർമേഷനുമാണ് കൊടുക്കുന്നത്. ഇതിനെയാണ് ഒരു ഇൻവേർട്ടഡ് പിരമിഡ് ഓർഡർ എന്ന് പറയുന്നത്. പിന്നെ ന്യൂസിന് വേറൊരു കാര്യം കൂടി വേണ്ടേ, ഗിവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ, ഒരു ടൈറ്റിൽ കൊടുക്കണം, ഒരു ഹെഡ്ലൈൻ കൊടുക്കണം. പിന്നെയോ ഡേറ്റ് ലൈൻ, ഡേറ്റ്, സ്ഥലം എന്നിവ നൽകണം. അതിനുശേഷം ലീഡ്, വാട്ട്, ഹൂ, വെയർ, വെൻ ആ ഭാഗം. പിന്നെയോ ബോഡി, ഹൗ, വൈ, അതർ ഡീറ്റെയിൽസ്. അവസാനം എന്താണ് വേണ്ടത്, അതർ ഇൻഫർമേഷൻ, അഡീഷണൽ ഇൻഫർമേഷൻ കൂടി ചേർത്തിട്ടാണ് ഒരു ന്യൂസ് തയ്യാറാക്കേണ്ടത്. നമുക്ക് നോക്കാം. ഹെഡിങ് നൽകാം. ടീൻ സർഫർ അറ്റാക്ഡ് ബൈ ഷാർക്ക്, ലോസസ് ആം. Hawaii, October 31st. A tragic shark attack shook the surfing community when 13-year-old Bethany Hamilton, a promising young surfer, lost her left arm while surfing off the coast of Kauai, Hawaii. Bethany was enjoying a morning surf with friends and family at Tunnels Beach when a 14-foot tiger shark attacked her, biting off her left arm below the shoulder. Despite the severity of injury, Bethany showed incredible courage. She was rushed to a nearby hospital where she underwent life-saving surgery. Doctors assured that she is out of danger. The incident has raised awareness about the risk surfers face in shark-prone waters. Authorities are investigating the area to ensure public safety. Activity 3. While at the hospital, Bethany tries to console herself and regain self-confidence. She decided to dream differently. She jots down her feelings and thoughts in her diary. Help her complete the diary entry. ഹോസ്പിറ്റൽ ബെഡിൽ ബഥനി കിടക്കുമ്പോൾ അവൾ അവളെ തന്നെ ആശ്വസിപ്പിച്ചുകൊണ്ട് സെൽഫ് കോൺഫിഡൻസ് വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അല്ലേ. അന്നേ ദിവസം അവൾ അവളുടെ ഡയറിയിൽ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും കുറിച്ചിട്ടുണ്ടാവുക, അന്നത്തെ ഡയറി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡയറി എഴുതാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എങ്ങനെയാണ് എഴുതുന്നത്, ഡേറ്റ് ഒക്കെ എഴുതണം അല്ലേ. 4 November 2003. ആദ്യ ഭാഗം തന്നിട്ടുണ്ട്. Now what? Will I be able to realize my dream? എന്നാണ് അവൾ എഴുതിയിരിക്കുന്നത്. എന്താണ് ഇനി എന്ത്, Will I be able to realize my dream? അവളുടെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന സമയത്തെ ഫീലിങ്സ് എന്തായിരുന്നു എന്നൊക്കെ കൂട്ടുകാർക്ക് അറിയാം, പാഠഭാഗത്ത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അവൾ ഡയറിയിൽ എന്തൊക്കെയായിരിക്കും എഴുതിയിട്ടുണ്ടാവുക, I am okay with the situation. Surfing is not the only thing one can do in the entire life. I'll find something else to do to have fun. I won't let this situation defeat me. Life has changed, yes, but it doesn't mean my dreams are over. It just means I need to dream differently. I'm a strong girl. I will rise. I will dream again. Maybe my journey won't look like anyone else. And that's okay. This is my life and I'll prove to myself that I am capable of more than I ever imagined. ഡയറി എന്ന് പറയുന്നത് അവനവൻ്റെ ചിന്തകളെ കുത്തിക്കുറിക്കാനുള്ള ഒരിടം കൂടിയാണല്ലേ. ആദ്യം അവൾ എന്താണ് പറഞ്ഞത്, സർഫിംഗ് മാത്രമല്ലല്ലോ ജീവിതത്തിലുള്ളത്, മറ്റെന്തെങ്കിലും പുതുതായി ഒന്ന് അവൾ കണ്ടെത്തുമെന്ന് ഒക്കെയാണ് ആദ്യം പാഠഭാഗത്ത് പറഞ്ഞത്. പിന്നീട് അവളുടെ ചിന്താഗതികൾ തന്നെ മാറുന്നുണ്ട്. അവൾ വീണ്ടും തിരികെ വരും. അവൾക്ക് അവളുടെ പുതിയ സ്വപ്നം എന്താണ്, പുതിയ സ്വപ്നം ഒറ്റ കൈ വെച്ചുകൊണ്ട് സർഫിങ്ങിൽ സക്സസ് ആവുക എന്നുള്ള, അതിനെ അവൾ അതിജീവിക്കും, അത് സാധിക്കും എന്നുള്ള ഒരു വിൽ പവറോട് കൂടി തിരികെ വരുന്ന ബെത്തനിയെയാണ് പിന്നെ നമുക്ക് പാഠഭാഗത്ത് കാണാൻ കഴിയുന്നത്. അപ്പോൾ അവളുടെ ആ സമയത്തെ ചിന്തകളെക്കുറിച്ച് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഭാവനയിലൊന്ന് എഴുതി നോക്കാം. ആക്ടിവിറ്റി 4.
ബെത്തനി ഫേസ്ഡ് ദ ഷാർക്ക് അറ്റാക്ക് വെൻ ഷി വാസ് 13. 13-ാമത്തെ വയസ്സിൽ ഷാർക്ക് അറ്റാക്ക് നേരിടേണ്ടി വന്ന ആളാണ് ആര്? ബെത്തനി. ഷി അച്ചീവ്ഡ് ഹർ ഡ്രീം ഓഫ് റിട്ടേണിംഗ് ടു ദ സർഫ് ബോർഡ് ബിക്കോസ് ഓഫ് ഹർ സ്ട്രോങ് വിൽ. അവളുടെ ഉറച്ച ഒരു തീരുമാനം, മനോധൈര്യം ഒന്നുകൊണ്ട് മാത്രം അവൾ വീണ്ടും സർഫ് ബോർഡിലേക്ക് തന്നെ വീണ്ടും തിരികെ വന്നു. വാട്ട് ആസ്പെക്ട്സ് ഓഫ് ഹർ പേഴ്സണാലിറ്റി ഹെൽപ്ഡ് ബെത്തനി റിയലൈസ് ഹർ ഡ്രീം? Pick out instances from the excerpt and complete the table. എന്താണ് പറഞ്ഞിരിക്കുന്നത്? അവളുടെ പേഴ്സണാലിറ്റിയിലുള്ള, വ്യക്തിത്വത്തിലുള്ള എന്തെല്ലാം കാഴ്ചപ്പാട്, എന്തെല്ലാം ഗുണങ്ങൾ കാരണമാണ് അവൾ അവളുടെ ഡ്രീമിലേക്ക് വീണ്ടും തിരികെ എത്തിയത്? അപ്പോൾ ഇവിടെ ക്യാരക്ടർ ട്രൈറ്റ്സ് തന്നിട്ടുണ്ട്. അംബീഷ്യസ്. ഇറ്റ് വാസ് ഹെർ ഗ്രേറ്റ് അംബിഷൻ ടു ബിക്കം എ പ്രൊഫഷണൽ സർഫർ. വിൽ പവർ, കോൺഫിഡൻസ്, ഇതുപോലെയുള്ള ചില ഗുണങ്ങളൊക്കെ ആ കുട്ടിക്കുണ്ടായിരുന്നു. അംബീഷ്യസ് ആയിരുന്നു, അതിയായ ആഗ്രഹമുള്ള ആളായിരുന്നു, സ്ട്രോങ് വിൽ പവർ ഉണ്ടായിരുന്നു, ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബെത്തനിയുടെ ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതാനാണ്. ആദ്യത്തെ കോളത്തിൽ നൽകിയിരിക്കുന്ന വാക്കുകൾ, അതിനോട് ചേരുന്ന സ്റ്റേറ്റ്മെന്റ്സ് പാഠഭാഗത്തുണ്ട്. ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് സർഫിംഗ് ഈസിൻ്റെ എവറിത്തിങ് റൈറ്റ്, യു വിൽ ഫൈൻഡ് സംതിങ് എൽസ് ടു ഡു ടു ഹാവ് ഫൺ. അവളെ തന്നെ കൺസോൾ ചെയ്യിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ഇതുപോലെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് വെച്ചിട്ടാണ് ഈ വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കേണ്ടത്. എഴുതി നോക്കാം. ബെത്തനി ഹാമിൽട്ടൺ ഈസ് എ സിംബൽ ഓഫ് റെസിലിയൻസ് ആൻഡ് കറേജ്, നോൺ ഫോർ ഓവർകമ്മിങ് incredible adversity with determination and faith. As a passionate surfer from Hawaii, her life changed dramatically at the age of 13 when she lost her left arm in a shark attack. Despite this life-altering event, Bethany returned to surfing just 1 month later, demonstrating extraordinary strength and perseverance. Her unwavering optimism and strong faith in God have been key to her recovery, helping her inspire millions around the world. Through her achievements in professional surfing, Bethany has proven that with determination and hope, no challenge is insurmountable. ഡിറ്റർമിനേഷനും സ്ട്രോങ് വില്ലും ഒക്കെ ഉണ്ടെങ്കിൽ, ഹോപ്പൊക്കെ ഉണ്ടെങ്കിൽ മറികടക്കാൻ കഴിയാത്ത ഒരു ചാലഞ്ചും ഇല്ല. ആക്ടിവിറ്റി 5. Bethany's strong determination and hard work brought her back to the surfboard. Her success is an inspiration to everyone. You are assigned to interview Bethany for your school magazine. What are the pre-interview activities you should bear in mind? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബെത്തനിയെ ഇന്റർവ്യൂ ചെയ്യാനാണ്. അപ്പോൾ അതിനായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ തയ്യാറാക്കണം. ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്? കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. The unexpected incident changed the course of your life. Can you explain what happened on that frightful day? ഒരാളെ ഇന്റർവ്യൂ ചെയ്യുന്നതിന് മുൻപ് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട്. കളക്ട് ദ ബയോഗ്രഫിക്കൽ ഡീറ്റെയിൽസ് ഓഫ് ദ ഇന്റർവ്യൂ. എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ആരെയാണോ ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നത് അയാളുടെ ബയോഗ്രഫിക്കൽ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യണം. ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം, പഠിച്ചു വെച്ചിരിക്കണം. നോ ദെയർ സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ. അവർക്ക് പ്രചോദനമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. കളക്ട് ഇൻഫർമേഷൻ അബൌട്ട് ദെയർ അച്ചീവ്മെന്റ്സ്. അവരുടെ നേട്ടങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസും നമുക്ക് അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമല്ലേ അവരോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധിക്കുകയുള്ളൂ. അതെ, അപ്പോൾ ഇവിടെ ബെത്തനിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. അപ്പോൾ ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ബെത്തനിയോട് ചോദിക്കേണ്ടതെന്നും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സീക്കിംഗ് ഇൻഫർമേഷൻ, ആസ്കിംഗ് ഒപ്പീനിയൻസ്, ഷെയറിംഗ് വ്യൂസ് ഓൺ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ലൈഫ്, ക്രിട്ടിക്കൽ ഒബ്സർവേഷൻസ് ഓൺ സോഷ്യൽ ഇഷ്യൂസ്. എന്തൊക്കെയാണ്? ചില ഇൻഫർമേഷൻസ് ചോദിച്ചറിയാം പേഴ്സണൽ ലൈഫിനെ കുറിച്ച്. പിന്നെ ചില കാര്യങ്ങളിലുള്ള അഭിപ്രായങ്ങൾ ചോദിക്കാം. ഷെയറിംഗ് വ്യൂസ് ഓൺ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ലൈഫ്. ലൈഫിലെ ഓരോ സമയത്തെ ഓരോ സ്റ്റേജിനെയും എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് ചോദിക്കാം. ക്രിട്ടിക്കൽ ഒബ്സർവേഷൻസ് ഓൺ സോഷ്യൽ ഇഷ്യൂസ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമകാലിക ഇഷ്യൂസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ചോദിക്കാം. അപ്പോൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുക നോക്കാം. നൗ ലെറ്റ് us prepare the questions. പേഴ്സണൽ ലൈഫിനെ കുറിച്ച് ചോദിക്കണം, പ്രൊഫഷണൽ ലൈഫിനെ കുറിച്ച് ചോദിക്കണം,
ജീവിതത്തിൽ നേരിട്ടിട്ടുള്ള ചലഞ്ചസിനെ കുറിച്ച് ചോദിക്കാം. അവർക്ക് ഇൻസ്പിറേഷൻ, പ്രചോദനമായിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിക്കാം. അച്ചീവ്മെന്റ്, നേട്ടത്തെക്കുറിച്ച് ചോദിക്കാം. അവർക്ക് എന്തെങ്കിലും മെസ്സേജ് നമുക്ക് തരുവാനായിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചോദിക്കാം. പിന്നെയോ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, അതിനെക്കുറിച്ചും ചോദിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കാം? ക്യാൻ യു ടെൽ us about your early life and how growing up in Hawaii shaped your love for surfing? എന്താണ് അതിൻ്റെ അർത്ഥം? ഏർലി ലൈഫിനെ കുറിച്ച്, ഹവായിൽ വളർന്നു വന്ന ആ സാഹചര്യം, എങ്ങനെയാണ് നിങ്ങൾക്ക് സർഫിംഗ് ഇഷ്ടപ്പെടാനുള്ള സാഹചര്യം, അതിനെക്കുറിച്ചൊന്ന് പറയാമോ എന്ന് ചോദിക്കാം. പേഴ്സണൽ ലൈഫിനെ കുറിച്ചാണ്. ഹൗ ഹാസ് യുവർ ഫാമിലി സപ്പോർട്ടഡ് യു ത്രൂ ദ അപ്സ് ആൻഡ് ഡൗൺസ് ഓഫ് യുവർ ജേർണി? ഈ സർഫിംഗ് ജേർണിയിൽ നിങ്ങൾക്കുണ്ടായിട്ടുള്ള അപ്സ് ആൻഡ് ഡൗൺസ്, എന്താ ഡൗൺസ്, എന്താ ഇവിടെ? ഷാർക്ക് അറ്റാക്ക് ആണ് അല്ലേ, ഒരു കൈ അതിലൂടെ പോയി. അപ്പോൾ ഈ സമയത്ത് നിങ്ങളുടെ ഫാമിലി നിങ്ങളെ സപ്പോർട്ട് ചെയ്തതിനെ കുറിച്ച്, എങ്ങനെയാണ് നിങ്ങളുടെ ഫാമിലി നിങ്ങളെ സപ്പോർട്ട് ചെയ്തത്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡിഡ് യു ഡെവലപ്പ് യുവർ സ്കിൽസ് ടു കോമ്പീറ്റ് ആസ് എ പ്രൊഫഷണൽ സർഫർ ആഫ്റ്റർ ദ ഷാർക്ക് അറ്റാക്ക്? ഷാർക്ക് അറ്റാക്കിന് ശേഷം ഒരു പ്രൊഫഷണൽ സർഫർ എന്ന നിലയിൽ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്തെടുത്തതെന്ന് ചോദിക്കാം. അതായത് ഒരു കൈ കൊണ്ടാണ് പിന്നീട് സർഫിങ്ങിലേക്ക് തിരികെ വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്തെടുത്തതെന്ന് ചോദിക്കാം. ഇതൊക്കെ എന്താണ്? പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ, പേഴ്സണൽ പ്രൊഫഷണൽ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. Were there moments when you felt like giving up? How did you overcome those feelings? എപ്പോഴെങ്കിലും ഇതെല്ലാം ഉപേക്ഷിക്കാം എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അങ്ങനെയുള്ള സമയത്ത് എങ്ങനെയാണ് അതിനെ മറികടന്ന് നിങ്ങൾ വന്നത് എന്ന് ചോദിക്കാം. പിന്നെയോ വാട്ട് അഡ്വൈസ് വുഡ് യു ഗീവ് ടു someone facing a major challenge or setback in their life? ജീവിതത്തിൽ വെല്ലുവിളികൾ നേരിടുന്നവരോട് നിങ്ങൾക്ക് നൽകാനുള്ള ഉപദേശം എന്താണെന്ന് ചോദിക്കാം. ഹൂ ഓർ വാട്ട് ഇൻസ്പയർസ് യു ദ മോസ്റ്റ് ഇൻ യുവർ ലൈഫ്? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ കൂടുതൽ ഇൻസ്പയർ ചെയ്തത്, പ്രചോദനം, നിങ്ങൾക്ക് പ്രചോദനമായത് എന്താണെന്ന് ചോദിക്കാം. വാട്ട് ആർ സം ഓഫ് ദി അക്കംപ്ലിഷ്മെന്റ്സ് യു ആർ മോസ്റ്റ് പ്രൗഡ് ഓഫ് ഇൻ യുവർ കരിയർ? കരിയറിൽ നിങ്ങൾക്ക് ഏറ്റവും അഭിമാനകരമായി തോന്നിയ ആ നേട്ടം അതെന്താണ്? ആ മൊമെന്റ് എന്താണ്? കുഡ് യു ഷെയർ യുവർ തോട്ട്സ് ഓൺ ബീയിങ് എ റോൾ മോഡൽ ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് ആൻഡ് യങ് സർഫേഴ്സ്? ഒരു റോൾ മോഡൽ എന്ന നിലയിൽ ഡിസബിലിറ്റീസ് ഉള്ള ആളുകളോടും യങ് സർഫേഴ്സിനോടും നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? വാട്ട് മെസ്സേജ് വുഡ് യു ലൈക്ക് ടു ഷെയർ വിത്ത് യങ് സ്റ്റുഡൻസ് ഹു ലുക്ക് അപ്പ് ടു യു ആസ് ആൻ ഇൻസ്പിറേഷൻ? നിങ്ങളെ ഒരു പ്രചോദനമായി കാണുന്ന യങ് സ്റ്റുഡൻസിനോ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന മെസ്സേജ് എന്താണ്? ടെൽ us about any social initiatives or organizations you are involved with and their impact. നിങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും സോഷ്യൽ ഇനീഷ്യേറ്റീവ്സ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയുക. ഇതുപോലെ നിങ്ങളുടെ മനസ്സിലും ബെത്തനി ഹാമിൽട്ടനോട് ചോദിക്കാൻ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവില്ലേ? ആ ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതി നോക്കുക. ആക്ടിവിറ്റി 6. Some images of crucial moments in Bethany Hamilton's life are given below. Write a cut line for each picture. ബെത്തനി ഹാമിൽട്ടന്റെ ജീവിതത്തിലെ കുറച്ച് ക്രൂഷ്യൽ മൊമെന്റ്സ് ആണ് ചിത്രത്തിൽ തന്നിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ഇൻസിഡന്റിനെ കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. ടൈഗർ ഷാർക്ക് അറ്റാക്സ് ബെത്തനി വൈൽ ഷീ ഈസ് വെയിറ്റിംഗ് ഫോർ ദി വേവ്. ഷാർക്ക് അറ്റാക്ക് നടക്കുന്ന ആ ഒരു ഇൻസിഡന്റ്. അടുത്തത് എന്താണ്? ബൈറോൺ ആൻഡ് ഹോൾട്ട് ടേക്ക് ബെത്തനി ബാക്ക് ടു ദ ഷോർ. കടലിൽ നിന്ന് ബൈറോണും ഹോൾട്ടും കൂടി അവളെ തീരത്തേക്ക് കൊണ്ടുപോകുന്നത്. അടുത്തതോ? ഡോക്ടർ റോവിൻസ്കി റിവീൽസ് ദ സാഡ് ഫാക്ട് ദാറ്റ് ബെത്തനി ഹാഡ് ലോസ്റ്റ് ഹെർ ലെഫ്റ്റ് ആം. ഡോക്ടർ ബെത്തനിയോട് അവളുടെ ലെഫ്റ്റ് ആം നഷ്ടപ്പെട്ടതിനെ കുറിച്ച് സംസാരിക്കുന്നത്. അടുത്തത് എന്താണ്? ബെത്തനി ഈസ് ഇന്റർവ്യൂഡ് ബൈ എ നമ്പർ ഓഫ് റിപ്പോർട്ടേഴ്സ്. റിപ്പോർട്ടേഴ്സ് ബെത്തനിയെ ഇന്റർവ്യൂ ചെയ്യുന്നത്. അടുത്തതോ? ബെത്തനീസ് ഫാദർ എൻകറേജസ് ഹെർ ടു ട്രൈ ടു സ്റ്റാൻഡ് അപ്പ് ഓൺ ദി സർഫ് ബോർഡ്. ബെത്തനിയുടെ അച്ഛൻ ബെത്തനിയെ സർഫ് ബോർഡിൽ എഴുന്നേറ്റ് നിൽക്കാൻ എൻകറേജ് ചെയ്യുന്ന ചിത്രമാണ് തന്നിരിക്കുന്നത്. അവസാനത്തേതോ? ബെത്തനി സക്സീഡ്സ് ഇൻ സർഫിംഗ് വിത്ത് എ സിംഗിൾ ഹാൻഡ്. ഒരു കൈകൊണ്ട് സർഫ് ചെയ്യുന്നതിൽ ബെത്തനി വിജയിച്ചിരിക്കുന്നു. ആ ചിത്രമാണ് തന്നിട്ടുള്ളത്. നൗ പ്രിപ്പയർ എ നറേഷൻ ഓൺ ബെത്തനീസ് ലൈഫ് ബേസ്ഡ് ഓൺ ദ കട്ട് ലൈൻസ്. അപ്പോൾ ഈ ചിത്രങ്ങൾക്കെല്ലാം നമ്മൾ കട്ട് ലൈൻസ് എഴുതി കഴിഞ്ഞു.
ഇനി എന്താ ചെയ്യേണ്ടത്? ഈ കട്ട് ലൈൻസ് വെച്ചിട്ട് ഒരു നറേഷൻ, ബഥനിയുടെ ജീവിതത്തെക്കുറിച്ച് ഒരു നറേഷൻ തയ്യാറാക്കുക. എങ്ങനെയാണ് ഒരു നറേഷൻ തയ്യാറാക്കുന്നത്? എന്തെല്ലാം കാര്യങ്ങൾ വേണം ഒരു നറേഷൻ എഴുതാൻ? അപ്രോപ്രിയേറ്റ് ഇൻട്രൊഡക്ഷൻ വേണം. ഹാവിങ് ദ ഇൻസിഡൻസ് ഇൻ പ്രോപ്പർ ഓർഡർ, ഓരോ ഇൻസിഡൻസും പ്രോപ്പർ ഓർഡറിൽ എഴുതണം. ഹൈലൈറ്റിംഗ് ദ തീം, തീം എന്താണെന്ന് ഹൈലൈറ്റ് ചെയ്യണം. ഇൻ അപ്രോപ്രിയേറ്റ് ലാംഗ്വേജ്, നല്ല ഭാഷയിൽ എഴുതണം. വിത്ത് എ കൺക്ലൂഷൻ ദാറ്റ് മെൻഷൻസ് ഓൾസോ ദ വാല്യൂസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് പ്രൊമോട്ടഡ്. കൺക്ലൂഷനും വേണം. എങ്ങനെയുള്ള കൺക്ലൂഷൻ ആയിരിക്കണം? വാല്യൂസും ആറ്റിറ്റ്യൂഡ്സും ഒക്കെ എന്താണെന്ന് മെൻഷൻ ചെയ്യുന്ന തരത്തിലുള്ള നല്ലൊരു കൺക്ലൂഷനും വേണം. ഇത്രയും കാര്യങ്ങളാണ് ഒരു നറേഷൻ എഴുതാൻ ശ്രദ്ധിക്കേണ്ടത്. ബഥനി ഹാമിൽട്ടൺ, എ യങ് ആൻഡ് പാഷനേറ്റ് സർഫർ, faced a life-changing moment when a tiger shark attacked her while she was waiting for a wave. Despite the traumatic incident, her determination and resilience became an inspiration to many. After the attack, her friends Byron and Holt quickly sprang into action, taking her back to the shore to save her life. At the hospital, Dr. Rowinsky delivered the heartbreaking news that Bethany had lost her left arm. This devastating revelation did not break her spirit, however. Soon after her recovery, Bethany became the focus of media attention. She was interviewed by numerous reporters, sharing her story of survival and hope. The unwavering support of her family played a crucial role in her journey. Her father, a constant pillar of encouragement, urged her to try standing up on her surfboard once again. Defying all odds, Bethany managed to succeed in surfing with a single hand. Her courage and perseverance not only helped her return to the sport she loved, but also inspired millions around the world to overcome their challenges and chase their dreams. Activity 7. After your interview with Bethany, a leading daily has asked you to submit an article based on your interview. ബഥനിയുമായുള്ള നിങ്ങളുടെ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു. അതിനുശേഷം ഒരു ലീഡിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് പേപ്പറിൽ അതിനെക്കുറിച്ചൊരു ആർട്ടിക്കിൾ എഴുതാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഹൗ വിൽ യു പ്രിപ്പയർ ആൻ ആർട്ടിക്കിൾ? എങ്ങനെയാണ് നിങ്ങളൊരു ആർട്ടിക്കിൾ പ്രിപ്പയർ ചെയ്യുന്നത്? അതിനെന്തെല്ലാം കാര്യങ്ങൾ വേണം? An article in a newspaper or magazine may consist of the following elements. ഒരു മാസികയിലോ പേപ്പറിലോ ഒക്കെ വരുന്ന ആർട്ടിക്കിൾസിന് എന്തെല്ലാം കാര്യങ്ങളാണ് ഉണ്ടാവുക? ഹെഡ്ലൈൻ ഉണ്ടാവും. പിന്നെയോ ഹെഡ്ലൈൻ എന്ന് പറയുന്നത് എന്താണ്? എ ഷോർട്ട് സമ്മറി ഇൻ 5-6 വേർഡ്സ് ഓൺ ദി കണ്ടന്റ് ഓഫ് ദി ആർട്ടിക്കിൾ. ആ ഹെഡ്ലൈൻ എങ്ങനെയുള്ളതായിരിക്കണം? 5-6 വാക്കുകളിൽ ആ ആർട്ടിക്കിളിൻ്റെ കണ്ടന്റ് എന്താണെന്ന് ആ ഹെഡ്ലൈനിൽ നിർവചിച്ചിരിക്കണം. പിന്നെ ഒരു ബൈലൈൻ, ദ നെയിം ഓർ ഡെസിഗ്നേഷൻ ഓഫ് ദ റൈറ്റർ ഓഫ് ദി ആർട്ടിക്കിൾ. ഈ ആർട്ടിക്കിൾ എഴുതുന്ന ആളുടെ പേരും ഡെസിഗ്നേഷനും എഴുതിയിട്ടുണ്ടാവണം. പിന്നെ ഒരു ഇൻട്രൊഡക്ഷൻ വേണം. യു ക്യാൻ യൂസ് കോട്ട്സ്, ഒബ്സർവേഷൻസ് ഓർ ക്വസ്റ്റ്യൻസ് വിച്ച് ഷുഡ് മേക്ക് ദ ഇൻട്രൊഡക്ഷൻ തോട്ട് പ്രൊവോക്കിംഗ്. അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ എങ്ങനെയുള്ളത് എഴുതാം? കോട്ടുകൾ, യൂസ് കോട്ട്സ്, കോട്ടുകൾ ഉപയോഗിക്കാം. നിങ്ങളുടെ നിരീക്ഷണത്തിൽ നിന്ന് വന്ന കാര്യങ്ങൾ എഴുതാം, ചോദ്യങ്ങൾ എഴുതാം. ഈ തുടക്കം വായിക്കുമ്പോൾ ആ വായിക്കുന്ന ആളിന്, ആ റീഡറിന് ആ ആർട്ടിക്കിൾ മുഴുവനായിട്ടും വായിക്കാനുള്ള ഒരു താല്പര്യം ജനിപ്പിക്കണം. അതേ രീതിയിലുള്ള ഇൻട്രൊഡക്ഷൻ ആണ് എഴുതേണ്ടത്. അടുത്തത് എന്താണ്? മിഡിൽ പാർട്ട്, മിഡിൽ ഓർ ബോഡി. ദിസ് ഷുഡ് കണ്ടെയ്ൻ ഓൾ ദ സപ്പോർട്ടിംഗ് ഡീറ്റെയിൽസ്. ഇൻട്രൊഡക്ഷന് കഴിഞ്ഞിട്ട് അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും മിഡിൽ ഭാഗത്ത് വേണം. ഇറ്റ് ഷുഡ് ബി ഇൻഫോർമേറ്റീവ് ആൻഡ് ഹൈലൈറ്റ് ആസ്പെക്ട്സ് സച്ച് ആസ് മെറിറ്റ്സ്, ഡിമെറിറ്റ്സ്, കോസസ്, എഫക്ട്സ് എക്സെട്ര. അവിടെ എന്തൊക്കെ വേണം? ഇൻഫോർമേറ്റീവ് ആയിരിക്കണം, വിവരങ്ങൾ നൽകുന്നതായിരിക്കണം. എന്തിനെയൊക്കെ ഹൈലൈറ്റ് ചെയ്യേണ്ടത്? മെറിറ്റ്സ്, ഡിമെറിറ്റ്സ്, കോസസ്, എഫക്ട്സ് എക്സെട്ര. കമ്പയർ, അനലൈസ് ആൻഡ് അസിമിലേറ്റ് ദ ഇൻഫർമേഷൻ യു വിഷ് ടു ഇൻക്ലൂഡ്. അടുത്തതോ കൺക്ലൂഷൻ. എങ്ങനെയായിരിക്കണം?
This includes your viewpoints, comments, criticism, and recommendations. Always sum up the article with suggestions, appeals, and calls for action or caution. എന്താണ് കൺക്ലൂഷനിൽ പറഞ്ഞിരിക്കുന്നത്? എഴുതുന്ന ആളുടെ വ്യൂ പോയിന്റുകൾ, കമൻസ്, ക്രിറ്റിസിസം, റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് കൺക്ലൂഷനിൽ എഴുതേണ്ടത്. സജഷൻസ് ഒക്കെ എഴുതാവുന്നതാണ്. ആ ആർട്ടിക്കിൾ, ലേഖനം എഴുതുന്ന ആളുടെ ഒപ്പീനിയനൊക്കെ കൺക്ലൂഷനിൽ പ്രകടമാക്കാവുന്നതാണ്. എന്താണ് ഒരു ന്യൂസ് റിപ്പോർട്ടും ആർട്ടിക്കിളും തമ്മിലുള്ള വ്യത്യാസം? ന്യൂസ് റിപ്പോർട്ട് പ്രസൻസ് ആൻ ഇൻസിഡന്റ് ഓർ ഈവന്റ് വിത്ത് ദ സപ്പോർട്ട് ഓഫ് റെലവൻറ്റ് ഫാക്ട്സ്. ന്യൂസ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു സംഭവത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ഈവൻറ്റിനെ കുറിച്ച് എഴുതുന്നതാണ്. അവിടെ എന്ത് വേണം? ഉചിതമായ ഫാക്റ്റുകൾ ഉണ്ടായിരിക്കണം, മറ്റ് തെളിവുകളൊക്കെ ഉണ്ടായിരിക്കണം. ലൊക്കേഷൻ, ടൈം, എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നടന്നത്, എന്ത്, ഏത്, എപ്പോൾ എന്നൊക്കെ അതിനൊക്കെയുള്ള ഉത്തരമായിട്ടാണ് ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ. ആർട്ടിക്കിൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു ന്യൂസ് ആർട്ടിക്കിൾ ഈസ് ബേസ്ഡ് ഓൺ സ്റ്റഡി ആൻഡ് റിസർച്ച് ഓൺ എ പർട്ടിക്കുലർ ടോപ്പിക്. ഒരു പ്രത്യേക ഒരു ടോപ്പിക്കിനെ കുറിച്ച് പഠനവും റിസർച്ചൊക്കെ നടത്തിയിട്ടാണ് അതിനെക്കുറിച്ച് ഒരു ആർട്ടിക്കിൾ എഴുതാൻ സാധിക്കുകയുള്ളൂ. ഇറ്റ് മേ റിഫ്ലക്റ്റ് ദ പേഴ്സണൽ ഒപ്പീനിയൻസ് ഓഫ് ദി റൈറ്റർ. എഴുതുന്ന ആളുടെ പേഴ്സണൽ ഒപ്പീനിയൻസ് ഒക്കെ അതിൽ പ്രകടമാക്കി എഴുതാവുന്നതാണ്. ഇൻ അഡീഷൻ ടു എസ്റ്റാബ്ലിഷ്ഡ് ഫാക്ട്സ്. ഫാക്ട്സ് മാത്രമല്ല, ആ വിഷയത്തെക്കുറിച്ച് പഠിച്ച് റിസർച്ച് നടത്തിയ ആളുടെ അഭിപ്രായങ്ങൾ കൂടി പ്രകടിപ്പിക്കാവുന്നതാണ് എന്തിൽ? ആർട്ടിക്കിളിൽ. അതാണൊരു ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിളിന് എന്ത് വേണം? ഒരു ഹെഡ്ലൈൻ വേണം അല്ലേ? ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? ബെത്തനി ഹാമിൽട്ടൺ, എ സ്റ്റോറി ഓഫ് കറേജ് ആൻഡ് ഡിറ്റർമിനേഷൻ. ഇനി എങ്ങനെ എഴുതാം? ബെത്തനി ഹാമിൽട്ടൺ ഇസ് എ നെയിം ദാറ്റ് ഇൻസ്പയർസ് മില്യൺസ് അറൗണ്ട് ദ വേൾഡ്. Born in the beautiful islands of Hawaii, she grew up surrounded by the ocean, where her love for surfing began. In a recent interview, Bethany shared her incredible journey of overcoming challenges and achieving her dreams. പിന്നെ ഒരു ചെറിയൊരു സബ് ഹെഡിങ് പോലെ കൊടുക്കാം. Growing up in Hawaii. Bethany's childhood was full of sunshine, waves, and adventure. Hawaii is where I fell in love with surfing, she said. The ocean was her playground. And by the time she was a teenager, Bethany was already a talented surfer with big dreams of going professional. ഇനി ലൈഫ് ചേഞ്ചിങ് ഈവൻറ്റിനെ കുറിച്ച് എഴുതാം. എ ലൈഫ് ചേഞ്ചിങ് ഈവൻറ്റ്. When Bethany was just 13, something unimaginable happened. While surfing one morning, she was attacked by a shark and lost her left arm. It was a devastating moment, but Bethany did not let it stop her. I knew I had two choices: give up or fight to live my dream, she said. Support from family. Bethany's family played a big role in helping her get back on her feet. They believed in me even when I felt unsure, she said. Their love and encouragement gave her the strength to return to the water. Learning to surf again. Surfing with one arm was not easy, but Bethany practiced every day. She figured out new ways to balance and paddle, determined to compete again. Her hard work paid off when she started winning competitions, proving that no challenge is too big to overcome. Never giving up. Bethany admitted there were times she felt like giving up. On those days, I reminded myself why I started, she said. Her faith and positive attitude kept her going, showing that even the hardest days can be overcome with courage. Advice for students. Bethany has an important message for students. Don't be afraid of challenges. They can make you stronger. Believe in yourself and keep moving forward. Helping others. Today, Bethany helps people around the world through her organization, Friends of Bethany. It supports shark attack survivors and others who face difficulties. Helping others is my way of giving back, she said. An inspiration to all. Bethany Hamilton's story teaches us that no matter how tough life gets, we can overcome anything with determination, hard work, and support from loved ones.
For young students, she is a role model who shows that dreams can come true if you never give up. Bethany's journey is a reminder that challenges are not the end. They are the beginning of something amazing. ആക്ടിവിറ്റീസ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.